മലയാളി നേഴ്സ് നിമിഷപ്രിയ എന്ന സ്ത്രീ അല്ലെങ്കിൽ പെൺകുട്ടി ഇപ്പോൾ മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള വളരെ ചെറിയൊരു നൂൽപ്പാലത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെ അവിടുത്തെ ഒരു കോടതി, യമൻ എന്ന് പറയുന്ന രാജ്യത്തെ ഒരു കോടതി, അവരെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു. ഒരു കൊലപാതകമാണ് വിഷയം. ആ വധശിക്ഷ അന്നാട്ടിലൊരു പ്രത്യേകത, ഇസ്ലാമിക നിയമം അനുസരിച്ച് വധശിക്ഷയ്ക്ക് വിധിച്ചാൽ പോലും, നമുക്ക് മുമ്പ് നമ്മൾ അങ്ങനെ ചില കേസുകൾ ഉണ്ടായിട്ടുണ്ട്, സൗദി അറേബ്യയിൽ നിന്നൊക്കെ അങ്ങനെ ചില രക്ഷപ്പെട്ടു വന്നിട്ടുണ്ട്. വിധിച്ചാൽ പോലും അവർക്ക് അതിന്റെ അലിമണി കെട്ടിയാൽ, നഷ്ടപരിഹാരം കൊടുത്താൽ, വീട്ടുകാർക്ക് നഷ്ടപരിഹാരം കൊടുത്താൽ, അവർ മാപ്പ് കൊടുത്താൽ ഈ പ്രതിയെ വെറുതെ വിടും, പ്രതിയെ മോചിപ്പിക്കും. അതാണ് അവിടുത്തെ ഒരു നിയമം. അത് ഇത് ശരീഅത്ത് അനുസരിച്ചുള്ള ഒരു നിയമമാണ്. ആ നിയമം ശരിയോ തെറ്റോ നമുക്ക് വ്യാഖ്യാനിച്ചിട്ട് കാര്യമില്ല. അപ്പോ ഈ നിമിഷപ്രിയ ഏത് നിമിഷവും കൊല്ലപ്പെടാവുന്ന അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടാവുന്ന അവസ്ഥയിലാണ് എന്ന് ഉള്ളുരുകി വേദനയോടെ അവരുടെ കുടുംബവും മലയാളികളും നമ്മളെല്ലാം വളരെ വിഷമിച്ചിട്ടിരിക്കുകയാണ്. ആ കേസിന്റെ മെറിറ്റൊന്നും നമുക്കറിയില്ല. ഇവർ യഥാർത്ഥത്തിൽ കൊലപാതകയാണോ എന്നറിയില്ല, ആരെങ്കിലും ഇവരെ വല്ല ആലോചിച്ചതാണോ എന്നറിയില്ല, ഒന്നും അറിയില്ല. അതിന്റെ മെറിറ്റിലേക്ക് ഇപ്പൊ നമ്മൾ പോകണില്ല. പക്ഷേ ഇവരെ രക്ഷിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് പരമാവധി ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇന്ത്യ ഗവൺമെന്റ് യമൻ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടു. ഇറാൻ ഇവരെ രക്ഷിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറാൻ ഗവൺമെന്റ് സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വന്ന വാർത്ത, അതിനിടയ്ക്ക് യമൻ പ്രസിഡന്റ് അത് ശരിവെച്ചു, ആ ശിക്ഷ, എന്നും ഏത് നിമിഷവും ഈ ശിക്ഷ നടപ്പാക്കാം എന്നൊരു വാർത്ത ഇവിടെ വന്നു. നമ്മളൊക്കെ ഞെട്ടിച്ചുകൊണ്ടാണ് വാർത്ത വന്നത്. മറുവശത്ത് ഈ അലിമണിയൊക്കെ തയ്യാറാക്കി അത് കൊടുക്കാൻ തയ്യാറായിരിക്കുകയാണെന്നൊക്കെ നമ്മൾ കേൾക്കുന്നു. പക്ഷേ ഇപ്പോ ഏറ്റവും ഒടുവിൽ വന്നൊരു വാർത്ത, യഥാർത്ഥത്തിൽ യമൻ പ്രസിഡന്റ് അത് സമ്മതിച്ചിട്ടില്ല. പക്ഷെ പ്രശ്നം അതല്ല, യമൻ പ്രസിഡന്റ് സമ്മതിച്ചു എന്നുള്ളതല്ല. യമനിൽ നമ്മുടെ രാജ്യത്തെ പോലെയല്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ കേരളത്തിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബാധക. യമനിൽ അങ്ങനെയില്ല. ചില വിഭാഗം, ചില മുസ്ലിം സംഘടനകൾ അവരുടെ കീഴിൽ ഭരണത്തിൽ കൊണ്ടുവന്നിരിക്കുക. ഹുദി എന്ന് പറയുന്ന അവരുടെ നീതിന്യായ സംവിധാനമാണ് വിധിക്കുന്നത്. പുരോഹിതരടങ്ങുന്ന നീതിന്യായ സംവിധാനമാണ് ഇത് വിധിച്ചത്. അവരാണ് ഇത് വിധി നടപ്പാക്കാൻ പ്രസിഡന്റിന്റെ അനുമതി വേണമെന്നും വേണ്ട എന്നും രണ്ടഭിപ്രായം ഇപ്പോഴും നിലനിൽക്കുന്നു. അതുകൊണ്ട് നമുക്കറിയില്ല, പ്രസിഡന്റിന് അസന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ വധം നടക്കില്ല. പക്ഷെ അസന്റ് ആവശ്യമാണോ എന്ന കാര്യം വലിയ രീതിയിൽ ചോദ്യമാണ്. കാരണം പ്രസിഡന്റിനെ അവർ അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ അസന്റിനെ അവർ പോകും. അപ്പോൾ പ്രാദേശികമായ ഇസ്ലാമിക ഭരണകൂടം പ്രസിഡന്റിന്റെ അനുമതി ഇല്ലാതെ ഇവരെ കൊല്ലുമോ, അതോ ഈ അലിമണി വാങ്ങി ഇവരെ ഇസ്ലാമിക നിയമം അനുസരിച്ച് ഇവർക്ക് മാപ്പ് കൊടുത്ത് വിടുമോ? ഈ ചോദ്യം ഇപ്പോഴും ഇങ്ങനെ ഡെമോക്രസിന്റെ വാൾ പോലെ നിൽക്കുകയാണ്. ഇറാൻ ഗവൺമെന്റ് ഇടപെടാമെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ചിലപ്പോൾ ഒരു സാധ്യത ഇല്ലാതില്ല. അത് എത്രത്തോളം ഉണ്ടാകുമെന്നും നമുക്ക് അറിയില്ല. ഏതായാലും ആ സഹോദരിയുടെ ജീവൻ, ആ കുട്ടിയുടെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് ഇവിടെ ഇരുന്ന് ചെയ്യാൻ കഴിയൂ.